കഴിഞ്ഞ പ്രാവശ്യം മാന്തൽ കറി വെച്ച സമയത്ത് എനിക്കൊരു ചേച്ചി കമന്റ് ബോക്സിൽ ഒരു റെസിപ്പി ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പാലക്കാട് സൈഡിൽ ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെയാണ് മാന്തൽ കറി വെക്കുന്നതെന്ന് പറഞ്ഞ്. എന്നാ പിന്നെ ഇപ്രാവശ്യം മാന്തൽ വാങ്ങിച്ചപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതി. അങ്ങനെ മീനൊക്കെ വെട്ടിക്കണ്ടിച്ച് വൃത്തിയാക്കി കയറിയിട്ട് ആദ്യം തന്നെ കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു തക്കാളി അരിഞ്ഞും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. അരിയാനുള്ളതും ചതയ്ക്കാനും ഒക്കെ ഉള്ളത് സെറ്റാക്കി വെച്ചിട്ട് ഒരു കുഞ്ഞുണ്ട് പുളിയും കൂടെ ഞാൻ എടുത്തൊന്ന് വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ചട്ടി എടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും തക്കാളിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും മുളകുപൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരു പുളിവെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങയും 2 കുഞ്ഞുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് അതും കൂടെ ഈ മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ആ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ മീനും കൂടെ ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് കറി റെഡി. സംഭവം എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള മീൻ കറിയായിരുന്നു. റെസിപ്പി അയച്ചെന്ന ചേച്ചിക്ക് ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഓക്കെ, ബൈ.